ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ബ്രോ ഡാഡിയുടെ പുതിയ ഒരു പാട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പാട്ടിലോട്ട് പോവാം. പറയാതെ വന്നൻ കണ്ടോ. സ്ലോ ആണ്. നല്ല ഒഴുക്കാണ്. നല്ല അണ്ണാണ് വെച്ചത്. അണ്ണയല്ല, അണ്ണയായിരിക്കല്ലേ. ആക്ടർ ഉണ്ടെന്നോ? എന്തെങ്കിലും ഡിറ്റ് ഈ പാട്ട് കാണുമ്പോ തന്നെ ഏകദേശം ഈ കഥ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം അതേ സംഭവങ്ങൾ തന്നെയാണ് ഈ പാട്ടിലും കാണിച്ചിരിക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ. പാട്ടിന്റെ വിഷ്വൽ ഭംഗി ഒരു നല്ല കാരണം രസമുണ്ട്. നമ്മളെ ആമീനൊക്കെ ക്യാമറ ചെയ്ത് അഭിനന്ദൻ രാമാനുജന്റെ ക്യാമറ വർക്കാണ്. അപ്പം എനിക്കൊന്ന് സുജിത് വാസുദേവാണ് എല്ലാ സിനിമയിലും ചെയ്യാറ് പൃഥ്വിരാജിന്റെ കൂടെ. പക്ഷെ അറിയില്ല ഈ സിനിമയിൽ ആളെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും നല്ല വിഷ്വൽസ് ആണ്, വിഷ്വൽസ് നന്നായിട്ടുണ്ട്. പിന്നെ പാട്ട്
ഗംഭീർ. പാട്ടിങ്ങനെ നല്ല ഒഴുകി വന്നിട്ട് പിന്നെ എല്ലാ രീതിയിലും വരുന്നുണ്ട്. ഒരു പാർട്ടി മോഡൽ അവസാനം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ലോ പേസിൽ ഒഴുകി തന്നെയാണ് പോകുന്നത് പാട്ട്. ഒരു ഫീൽ ഗുഡ് സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ദീപക് ദേവിനെ അറിയാലോ, നമുക്ക് ഒരുപാട് നല്ല നല്ല സോങ്സ് മലയാളത്തിൽ തന്ന മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങേരുടെ പാട്ട് പിന്നെ വോയിസും അതുപോലെ MG ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും. അതെ, ആ ഒരു കോമ്പിനേഷനും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് അവസാനം കഴിഞ്ഞപ്പോ MGയുടെ വോയിസ് കേൾക്കുമ്പോ നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ രണ്ടുപേരും മാസമായിരുന്നു അത് പാടിയിരിക്കുന്നത്. സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഓരോ സീനിൽ കാണിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു കഥാ പശ്ചാത്തലം എങ്ങനെയാണെന്നുള്ളത്, ഒരു ഫാക്ടറി ഓണർ ആണെന്ന് ഏകദേശം കിട്ടുന്നുണ്ട്, ഐഡിയ കുറെ കിട്ടുന്നുണ്ട്. ബിസിനസ് ഉള്ളത് ഫാക്ടറി മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറെ ബിസിനസ് അത്യാവശ്യം റിച്ച് ഫാമിലി തന്നെയാണെന്ന് മനസ്സിലായി ഏകദേശം. പിന്നെ മകൻ എനിക്ക് തോന്നുന്നു വല്ല IT കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ അഡ്വർടൈസിംഗ് ഒരു കമ്പനിയോ അങ്ങനത്തെ ആ ഒരു ന്യൂജൻ എന്തോ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം. ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ലാലേട്ടന്റെ ഓഫീസിന്റെ ബാക്കിൽ നമ്മൾ സുകുമാരന്റെ ഫോട്ടോ, അതുപോലെ വീട്ടിലും ഉണ്ടായിരുന്നു ആ ഫോട്ടോ. അത് രണ്ടു സ്ഥലത്തും ഞാൻ കാണാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ അമ്മയായിട്ട് വരുന്ന മല്ലിക സുകുമാരനെന്ന് തോന്നുന്നു, മോഹൻലാലിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുകുമാരൻ എന്ന് പറയുന്നത് ചിലപ്പം മല്ലിക സുകുമാരന്റെ ഹസ്ബൻഡായിട്ട് ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും. ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ആ ഒരു കെയർ ആൻഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് ആ ഒരു ഹാപ്പി ഗോയിങ് കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വിഷ്വലൈസ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഫുഡ് കാണിച്ച് വല്ലാണ്ട് കൊതിപ്പിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും കരിമീൻ വറുത്തതും എല്ലാം, പിന്നെ എന്താ പറയാ മുട്ടയും മറ്റേ നൂലപ്പും എല്ലാ കാര്യങ്ങളും. അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഷോക്കേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. പാട്ടിന് നമ്മൾ വിഷ്വലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ എഡിറ്ററാണ്. കാരണം ട്രെയിലർ ആയാലും ഭയങ്കര നല്ല ഒരു ഹിന്റ് പോലും പ്രോപ്പർ ആയിട്ട് ഫുൾ ആയിട്ട് കൊടുക്കാതെ കിടിലും കട്ടിങ്സ് ആണ്. അതേപോലത്തെ സാധനം തന്നെ ഇതിന്റെ അകത്തും കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ഫുൾ ആയിട്ട് കഥ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പുറത്തോട്ട് ഇടാൻ നോക്കുന്നില്ല. എഡിറ്റർ മാക്സിമം നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് നായികമാരുണ്ടോ ഇനി? ഒന്നും മനസ്സിലായില്ല. അതെന്തായാലും ചിലപ്പോ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ മറ്റേ കുട്ടി വരുമ്പോ നോക്കണ്ടേ ഇപ്പൊ കോഴിയാണ്. ട്രെയിലറിൽ കണ്ടപ്പോ ഏകദേശം കുറെ പ്ലിങ് മൊമെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയാൻ പറ്റില്ല, ചിലപ്പോ അമർ അക്ബർ അന്തോണിയിലെ അതേപോലത്തെ ക്യാരക്ടർ ആണോ ഇതിന്റെ അകത്തോട്ടും വരുന്നതെന്ന് അറിയില്ല. കളർഫുൾ സംഭവമായിരിക്കും എന്തായാലും. അതെ അതെ, ട്രെയിലറും ഒരു കളർഫുൾ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പാട്ടും വന്നപ്പോഴും ഏകദേശം നല്ല രസമുണ്ട്. അതായത് പിന്നെയും കേൾക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ലോ പേസിൽ നല്ല ഫീൽ തന്നിട്ടുള്ള ഒരു പാട്ട്. പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഇനിയുള്ള പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.